അവനവൻ കേന്ദ്രീകൃതമായ ലോകം അതിവിപുലമായ വ്യാപ്തിയിലും വേഗത്തിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെ മാനിക്കാത്തവരായി നാം മാറുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു പരിശീലന കളരിയിൽ നിന്നാണ് നാം പുറത്തു വരുന്നത് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളും ജീവിത വീക്ഷണവും കൂടുതൽ വ്യക്തി കേന്ദ്രീകൃതമാകുന്നു. അവനവനപ്പുറത്ത് മറ്റൊന്നിനെ പരിഗണിക്കാൻ കഴിയാത്ത വിധം അടഞ്ഞ മുറികളായി നമ്മുടെ ജീവിതങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നാം ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവരനെ സ്വന്തം സഹോദരനായി പരിഗണിക്കണം, അല്ലെങ്കിൽ അവരെ ക്രിസ്തുവായി തിരിച്ചറിയാൻ പറ്റണം. അപരത്വ നിഷേധത്തിന്റെ മൂർത്തഭാവങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറിപ്പോകുന്നു. വിശ്വാസത്തിന് ഒരടയാളമേ ഈ ലോകത്ത് വെളിപ്പെടുത്താനുള്ളൂ, അത് അയൽക്കാരനെ സ്നേഹിക്കുക എന്നതാണ്. ഈശ്വരാറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമേടിയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. നമ്മുടെ സാമൂഹ്യ ജീവിതം അനുദിനം പരസ്പര വിദ്വേഷത്തിൽ വേരൂന്യതായി മാറിപ്പോകുന്നു. പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് കൂടുതൽ സങ്കുചിതമായിക്കൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിൽ വ്യക്തിത്വ രൂപീകരണത്തിൽ വിശ്വാസം വഹിക്കേണ്ട പങ്കിനെക്കുറിച്ച് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞിടയ്ക്ക് ഒരു സഹോദരി ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതാണ്: മക്കളെ എങ്ങനെയാണ് നന്നായിട്ട് വളർത്തേണ്ടത്? ആ ചോദ്യത്തിനകത്ത് തന്നെ ഒരു വലിയ വിപരീതം ഒളിഞ്ഞിരിപ്പുണ്ട്. മക്കളെ വളർത്തുകയല്ല, മക്കളെ ശുശ്രൂഷിക്കുകയാണ്. നിങ്ങൾക്ക് പശുവിനെ വളർത്താം, ആനയെ വളർത്താം, നായയെ വളർത്താം, ജന്തുജാലങ്ങളെ വളർത്താൻ കഴിയും. പക്ഷേ മക്കളെ നിങ്ങൾ ശുശ്രൂഷിക്കുകയാണ്. മക്കളെ ശുശ്രൂഷിക്കുകയാണ് എന്ന അടിസ്ഥാന ദൗത്യബോധം നഷ്ടപ്പെട്ടു പോകുന്ന എവിടെയാണ്? ഈ അപരത്വ നിഷേധത്തിന്റെ ഭാവത്തിലാണ്. ഇതൊരു പക്ഷേ നമ്മൾ തിരിച്ചറിയുന്ന പോലും ഉണ്ടാവില്ല. അവർക്കറിവില്ലാത്തതല്ലേ, കുഞ്ഞുങ്ങളല്ലേ, അവരെ നമ്മൾ വളർത്തുകയല്ലേ ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം. അങ്ങനെ അഴികൾക്കുള്ളിലിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുകയാണോ വേണ്ടത്? ദൈവം സ്നേഹസമ്മാനമായി നമുക്ക് തന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം കൊണ്ട് അവരെ ശുശ്രൂഷിക്കുകയാണോ വേണ്ടത്? അവരെ ക്രിസ്തുവിന് അനുകൂലമാക്കി ഉയർത്തുകയാണോ വേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ധാരണ ഉണ്ടാവണം. നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങൾ, ഗാർഹിക സഭയാണ് കുടുംബ പശ്ചാത്തലങ്ങൾ നിലകൊള്ളുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. മനുഷ്യ വ്യക്തിയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വ്യക്തിപരമായി നമുക്ക് എത്രത്തോളം അവബോധമുണ്ടോ അത്രത്തോളം ആയിരിക്കും നമ്മുടെ ഏത് ബന്ധങ്ങളിലും നാം പുരോഗമിക്കുക. വ്യക്തിബന്ധങ്ങൾ ഇന്ന് താറുമാറാകുന്നതിൻ്റെയും പരസ്പര വിദ്വേഷത്തിന്റെയും വിവേചനത്തിന്റെയും ലോകം അതിവേഗം വ്യാപിക്കുന്നതിന്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് അവനവൻ കേന്ദ്രീകൃതമായ ജീവിതമാണ്. ഈ അവനവൻ കേന്ദ്രീകൃതമായ ഭാവം നമുക്കുണ്ടാകുന്നത് അപരത്വ നിഷേധത്തിന്റെ ബലത്തിലാണ്. മറ്റുള്ളവരെ എത്രത്തോളം വകഞ്ഞു മാറ്റാമോ, അപരത്വത്തെ എത്രത്തോളം വകഞ്ഞു മാറ്റാമോ, അങ്ങനെ ഞാൻ എന്ന ഒരു അസ്തിത്വത്തെ ഞാൻ സങ്കല്പിച്ചെടുക്കുന്നു. എന്നെ ഞാൻ രൂപപ്പെടുത്തുന്നത് മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും ഈ ഭൂമിയിലായിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ദൈവം നമ്മെ ലോകത്തേക്ക് അയക്കുന്നു. ലോകത്തേക്ക് അയക്കുന്നത് അവനവന് വേണ്ടിയല്ല, അവരന് ജീവൻ നൽകാൻ വേണ്ടിയാണ്, അവരനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്, അവരനെ സ്നേഹിക്കാൻ വേണ്ടിയാണ് എന്ന കരുതൽ നമുക്കുണ്ടാവുകയും അപരത്വത്തിൽ ദൈവത്തെ കാണാനും അവനവനെ തന്നെ തിരിച്ചറിയാനും എത്രത്തോളം നമുക്ക് കഴിയുമോ അത്രത്തോളമാണ് നമ്മുടെ മാനവിക ബോധം വികസിക്കുന്നത്. വ്യക്തിതലത്തിൽ നമുക്കുണ്ടാകുന്ന സങ്കുചിതത്വം സാമൂഹ്യ തലത്തിലേക്ക് എത്തുമ്പോൾ വലിയ വിഭാഗീയതകളും വിഭജനങ്ങളുമായി മാറും. അവിടെയാണ് വിദ്വേഷത്തിന്റെയും പകയുടെയും പരസ്പരമുള്ള എതിർപ്പുകളുടെയും ലോകം ശക്തമായി മാറുന്നു. വിവേചനങ്ങൾക്ക് നിരന്തരം വിധേയപ്പെടുന്ന കുടുംബ പശ്ചാത്തലങ്ങളെ നമ്മൾ കാണുന്നില്ല. ആ കുടുംബ പശ്ചാത്തലങ്ങളെല്ലാം സുരക്ഷിതമാണെന്ന ബോധ്യത്തിൽ, അല്ലെങ്കിൽ സ്ഥാപിത വ്യവസ്ഥയ്ക്കകത്ത് സുസ്ഥിരമായിട്ട് കടന്നു പോകുന്നു എന്ന നിലയ്ക്ക് നമ്മൾ ജീവിക്കുന്നു. എന്നിട്ട് സാമൂഹ്യ തലത്തിൽ കാണുന്ന അനീതികളെയും വിവേചനത്തെയും നാം വിമർശിച്ചുകൊണ്ടിരിക്കും. ഈ ലോകത്ത് മുഴുവൻ നല്ലവരായിട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ജനാധിപത്യമുണ്ട്, മതനിരപേക്ഷതയുണ്ട്, പുറത്തിറങ്ങുമ്പോൾ വളരെ മാന്യരാണ് നമ്മൾ. പക്ഷേ വീടിനകത്ത് കയറുമ്പോൾ നാം പഴയ തടവറയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ജാതിയുണ്ട്, വിവേചനമുണ്ട്, ലിംഗ അസമത്വമുണ്ട്. അവിടെ ജീവിതം പരിമിതമാക്കപ്പെടുന്നു. കുടുംബം എന്നത് ഒരു സാമ്രാജ്യമായിട്ട് രൂപപ്പെടുന്നു. അവിടെ അധിപതിയും അടിയാളനും ഉണ്ടാകുന്നു, ഉടമയും അടിമയും ഉണ്ടാകുന്നു. അവിടെ ജീവിതം ദുഷ്കരമായി മാറുന്നു.
ഈശോയാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് വിട്ടതെന്നും അവരിന് വേണ്ടിയുള്ള സ്നേഹസമ്മാനമാണ് നമ്മളെന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുക എന്നതിന് രണ്ടാം കൽപ്പനയായി ക്രിസ്തു പഠിപ്പിക്കുന്നത് നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കാനാണ്. വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 31-ാം തിരുവചനത്തിൽ വചനം വളരെ വ്യക്തമായിട്ട് പറയാണ്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത്, നിന്നെ പോലെ തന്നെ. നാം എത്രത്തോളമാണ് നമ്മെ സ്നേഹിക്കുന്നത്, നാം എത്രത്തോളമാണ് നമ്മെ മാനിക്കുന്നത്, അത്രത്തോളം പരിഗണന അവരന് കിട്ടണം. അയൽക്കാരൻ എന്ന് വെച്ചാൽ അവരന് എന്ന് കണക്കാക്കാം. അവരന് കിട്ടണം. അവരൻ അങ്ങനെ മാനിക്കപ്പെടേണ്ട ആളാണ്. അവരന് വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിയുടെ മഹാത്മ്യത്തെ അംഗീകരിക്കണം. എൻ്റെ ബാക്കി ഭാഗം അല്ലെങ്കിൽ ഞാനല്ലാത്ത ഭാഗം ക്രിസ്തുവാണെന്നും ആ ക്രിസ്തുവാണ് അപരത്വത്തിൽ വെളിപ്പെടുന്നതെന്നും എനിക്ക് ബോധ്യം ഉണ്ടാകണം. വെളിപാടുകൾ എത്ര ഉണ്ടായിട്ട് കാര്യമില്ല. അപരത്വത്തിലുള്ള ക്രിസ്തുവിനെ, അപരത്വത്തിലുള്ള അവനവനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോൾ എല്ലാ വെളിപാടുകളെയും മറയ്ക്കുന്ന അന്ധകാരം നിങ്ങളെ മൂടും. വ്യക്തിതലത്തിൽ നാം അനുഭവിക്കുന്ന ഈ പരിമിതിയാണ് നമ്മുടെ ബന്ധങ്ങൾക്കൊക്കെ തുലച്ചിലാകുന്നത്, ബന്ധങ്ങളെ സംഘർഷഭരിതമാക്കുന്നത്. അതുകൊണ്ട് സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ, സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വിദ്വേഷത്തിന്റെ വേരുകൾ ശക്തി പ്രാപിക്കുന്നു, പരസ്പരമുള്ള വൈരുദ്ധ്യങ്ങൾ ശക്തി പ്രാപിക്കുന്നു, ഞാനും നീയുമെന്ന അകലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1929 പറയാണ്, മനുഷ്യവ്യക്തിയുടെ മാഹാത്മ്യത്തെ ആദരിക്കുന്നതിലൂടെ മാത്രമേ സാമൂഹ്യനീതി കൈവരൂ. അവരെന്നെ അവനവന് തുല്യനായും മനുഷ്യവ്യക്തിയുടെ മാഹാത്മ്യത്തിലൂന്നി തിരിച്ചറിയാൻ കഴിയണം. വ്യക്തി മാഹാത്മ്യത്തെ അംഗീകരിക്കണം. ഓരോ വ്യക്തിയും ദൈവത്തിൽ നിന്നാണെന്നും ദൈവം തന്നെയാണെന്നും തിരിച്ചറിയാൻ നമുക്ക് കണ്ണുണ്ടാവണം. ക്രിസ്തു നൽകുന്ന വീക്ഷണം അതാണ്. അപരത്വത്തിലേക്ക് തിരിയാനാണ്. നിന്നെപ്പോലെ തന്നെ എന്ന് പറയുന്നതിനകത്ത് നീ ഇപ്പൊ സ്നേഹിക്കുന്നത് നിന്നെയാണെന്നും, നീ പരിഗണിക്കുന്നത് നിന്നെയാണെന്നും, നീ മാനിക്കുന്നത് നിന്നെയാണെന്നും, നീ വിലമതിക്കുന്നത് നിന്നെയാണെന്നും, നീ എത്രത്തോളം നിന്നെ വിലമതിക്കുന്നുണ്ടോ, നീ എത്രത്തോളം നിന്നെ മാനിക്കുന്നുണ്ടോ, നീ എത്രത്തോളം നിന്നെ അംഗീകരിക്കുന്നുണ്ടോ, അതേപോലെ അപരത്വത്തെയും നീ കാണണം. അതേപോലെ അപരത്തെയും നീ കാണണം. അപരത്തിലാണ് എനിക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുക, എന്നെയും അനുഭവിക്കാൻ കഴിയുക. വ്യക്തിപരമായി നമ്മൾ ആലോചിക്കണം. നമ്മൾ അനുഭവിക്കുന്നത് നമ്മളിൽ തന്നെയല്ല. എന്തുകൊണ്ടാണ് ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവനെ സ്ത്രീയും പുരുഷനുമായി വേർപെടുത്തുന്നത്? മനുഷ്യൻ ഏകനായിരിക്കുന്നതെന്നല്ല, ഏകനായിരിക്കും അവന് ഈ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. എന്നെ ഞാനായി നിലനിർത്തുന്നത് അപരനാണ്. ഈ അപരത്വം അടിച്ചമർത്തപ്പെടുമ്പോൾ ഞാനല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെയാണ് നിഷേധിക്കുന്നത്. ഞാൻ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് അകലുമ്പോൾ, എല്ലാ വ്യക്തികളെയും അകറ്റി നിർത്തുമ്പോൾ, ഞാൻ മാത്രം പരമപ്രധാനമായി ചിന്തിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടം ഞാൻ എന്നെ തന്നെ നിഷേധിക്കുന്നു. എനിക്ക് എന്നെ അനുഭവിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു അരിക്ഷിതാവസ്ഥയിലേക്ക് മനുഷ്യർ കടന്നു പോകുന്നുണ്ട്. കൂടുതൽ കൂടുതൽ വ്യക്തിപരത വളർന്നു വരുന്തോറും കൂടുതൽ അവൻ അന്യവൽക്കരിക്കപ്പെടുന്നു, അവനൊന്നുമല്ലാതായിത്തീരുന്നു. അതുകൊണ്ട് ഭൗതിക ലോകത്തിന്റെ താല്പര്യങ്ങളിലേക്ക് കുടുങ്ങി ഈ ലോകത്തെ അനുഭവിക്കാനുള്ള വ്യഗ്രത വർദ്ധിക്കുന്നു. അങ്ങനെ ആഡംബര ഭ്രമത്തിലേക്കും അനുചിതമായ ബന്ധങ്ങളിലേക്കും ലഹരിയിലേക്കും ലോക താല്പര്യങ്ങളിലേക്കും ഒഴുകുന്നു. അതിന് കാരണമായിട്ടുള്ളത് എനിക്ക് എന്നിൽ തന്നെ നിലനിൽക്കാൻ സാധ്യമല്ല, അപരത്വത്തിലാണ് എനിക്ക് ജീവിക്കാൻ കഴിയുക എന്ന പരമാർത്ഥം ഞാൻ തിരിച്ചറിയാതെ പോകുന്നു. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ നീ നിനക്ക് തുല്യനായ മറ്റൊരാളെ കാണുക, അവരനെ കാണുക, അവരനും നീയും ഒന്നാണെന്ന് തിരിച്ചറിയുക. അപരത്വത്തെ മാനിക്കുമ്പോൾ മാത്രമേ നീ നിന്നെ മാനിക്കുന്നുള്ളൂ എന്ന പരമാർത്ഥം തിരിച്ചറിയുക. എന്നെ സ്നേഹിക്കണം എന്ന് താല്പര്യമില്ലാത്തവനായിട്ട് ആരുമില്ല. എന്നെ സ്നേഹിക്കണം. സ്നേഹിക്കപ്പെടാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനും വ്യഗ്രതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം, ശ്രദ്ധിക്കപ്പെടണം, ആദരിക്കപ്പെടണം, പരിചരിക്കപ്പെടണം എന്നിങ്ങനെയുള്ള വ്യാമോഹങ്ങളിൽ കുടുങ്ങിപ്പോകുമ്പോൾ ഞാൻ അപരത്തെ നിഷേധിക്കുന്നു. അപരൻ എന്നെ ശുശ്രൂഷിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ പരിചരിക്കുന്ന, എന്നെ അംഗീകരിക്കുന്ന ഒരാൾ മാത്രമായി മാറുന്നു. അയാളിൽ തന്നെ നഷ്ടമാകാൻ അല്ലെങ്കിൽ അയാളെ തന്നെ നിഷേധിക്കാൻ ഇടയാകും വിധം നാം ചുരുങ്ങിപ്പോകുന്നു. ഇങ്ങനെ ചുരുങ്ങുന്നതിലൂടെ ബന്ധമകലുന്നു. ഒരിക്കലൊരു സഹോദരി ദാമ്പത്യ ബന്ധത്തിലെ ചില പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാനായി വന്നു. സാമാന്യഗതിയിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളായിട്ട്, ഭർത്താവ് നിങ്ങളെ പരിചരിക്കുന്നുണ്ടോ, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ, നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവിടെ എല്ലാം നല്ല ഉത്തരമാണ് ഈ ഭർത്താവിനെ കുറിച്ച് ഭാര്യ പറയുന്നത്. തന്റെ പങ്കാളി കുടുംബം നോക്കുന്നയാളാണ്, സമ്പത്തുണ്ടാക്കുന്നുണ്ട്, ആവശ്യത്തിലധികം സമ്പത്ത് കുമിഞ്ഞു കൂടിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വേണ്ടതിലധികം പരിചരണം നൽകുന്നുണ്ട്, എല്ലാം നൽകുന്നുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം?
പിന്നെന്താണ് അദ്ദേഹത്തിനെതിരെ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു പറഞ്ഞത്, അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ മാഹാത്മ്യം വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നെ കണ്ടുപിടിക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാനാണ് മാതൃക, എന്നെ അനുസരിക്കൂ, എന്നെ അനുസരിക്കുമ്പോൾ നിങ്ങൾ നന്നാകും, ഞാനാണ് പരമപ്രധാനം, എന്നെ നോക്കൂ, എന്നെ കണ്ടുപിടിക്കൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. അവർ പറയാണ്, കുടുംബത്തിൽ നോക്കുന്ന എല്ലാ കാര്യങ്ങളും, ധാരാളിത്വത്തോടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടോ, ഞാൻ എത്രത്തോളം മഹത്വമുള്ള ആളാണ്, ഇതൊക്കെ ഞാൻ ചെയ്യുന്നില്ലേ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. ഇത് സ്നേഹത്തിൻ്റെതല്ല എന്നാണ് പറയാൻ. എന്താണ് അങ്ങനെ പറയാൻ കാര്യം? സ്നേഹിച്ച് വിവാഹം ചെയ്തവരാണ്, ജീവിതത്തിൽ കഷ്ടതകളിൽ നിന്ന് വന്നവരാണ്, സാമ്പത്തികമായിട്ട് വലുതായിട്ട് ഉയർന്നു, ആ ഉയർന്നതിനോടൊപ്പം കുടുംബ പശ്ചാത്തലത്തിൽ എല്ലാ പരിഷ്കാരങ്ങളും വന്നു, സമ്പത്ത് കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉചിതമായി നോക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ സ്നേഹം അനുഭവപ്പെടുന്നില്ല. പരിമിതിയായിട്ടുള്ളത് അദ്ദേഹം കരുതുന്നത് അദ്ദേഹമാണ് മനുഷ്യൻ, അദ്ദേഹമാണ് മാതൃക, അദ്ദേഹത്തെ അനുകരിക്കൂ, അദ്ദേഹം പറയുന്ന അനുസരിക്കൂ, അദ്ദേഹമാണ് ഈ ലോകത്തെ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ. അങ്ങനെ നിങ്ങളെല്ലാം തരം താഴ്ന്നവരാണ്, നിങ്ങൾക്കൊന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുകരിക്കൂ, ഞാനാണ് യഥാർത്ഥ വഴി എന്ന് പറയുന്ന രീതിയിൽ സ്വന്തം വ്യക്തിമാഹാത്മ്യത്തെ ഊതിപ്പെരിപ്പിക്കുന്നതിലൂടെ അവരത്തെ നിഷേധിക്കുന്നു, അവരത്തെ ഒരു വ്യക്തിയായി കാണുന്നില്ല. അവർക്ക് അഭിപ്രായമുള്ളതാണെന്നും അവർക്ക് സ്വന്തമായി ജീവിതമുണ്ടെന്നും അവരുടെ ജീവിതത്തിന് താങ്ങാകാൻ വന്നവനാണ് താനെന്നും ഈ പറഞ്ഞ പങ്കാളി മറന്നുപോയി. അതുകൊണ്ട് സ്നേഹം അനുഭവിക്കാൻ കഴിയുന്നില്ല. വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിത്തരുമ്പോൾ ഒരു ഭാരമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഈ വസ്ത്രം തന്നെ ഭരിക്കാനുള്ള ഒരു തന്ത്രമായി അനുഭവപ്പെടുന്നു. വിലയേറിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിത്തരുമ്പോൾ അദ്ദേഹം കാണിക്കുന്നത്, കണ്ടോ, എന്നെ കണ്ടുപഠിക്കൂ, ഞാൻ എന്തൊക്കെയാണ് നിനക്ക് വേണ്ടി ചെയ്യുന്നത്, ഞാനാണ് മഹാൻ. ഇങ്ങനെ സ്വയം ഊതിവീർപ്പിക്കുന്ന ഒരു വ്യക്തിത്വം മുൻപിൽ ഉയരുമ്പോൾ അവരത്വം നിഷേധിക്കപ്പെടുന്നു. അവരെ നിഷേധിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അയാൾ തന്നെ നിഷേധിക്കപ്പെടുന്നു. ആരാലാണോ ആദരിക്കപ്പെടണമെന്നും അംഗീകരിക്കപ്പെടണമെന്നും സ്നേഹിക്കപ്പെടണമെന്നും അയാൾ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി അയാളിൽ നിന്ന് അകന്നു പോകുന്നു. തിരിച്ചറിയേണ്ട ഒരു കാര്യം, എനിക്ക് എന്നിൽ തന്നെ പൂർണ്ണതയില്ല, ഞാൻ ക്രിസ്തുവിലാണ് പരിപൂർണനാകുക. ക്രിസ്തുവിൽ പരിപൂർണനാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം അല്ലെങ്കിൽ മുന്നിലുള്ള മാർഗം അവരത്തെ മാനിക്കുക എന്നുള്ളതാണ്, അവരത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്, അവരത്തെ പരിഗണിക്കുക എന്നുള്ളതാണ്, അവരത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ധാരണയിൽ നിന്ന് വീണു പോകുന്നു. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 1931 ഈ വ്യക്തിബന്ധത്തിന്റെ തത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യ വ്യക്തിയോടുള്ള ബഹുമാനത്തിനാധാരമായ തത്വം ഇതാണ്: ഓരോരുത്തരും തന്റെ അയൽക്കാരനെ തന്റെ മറ്റൊരു സത്തയായി പരിഗണിക്കണം. എന്നിലെ ഞാനല്ലാത്ത ഭാഗം, എന്നിലെ ഞാനല്ലാത്ത ഭാഗമായി അവരത്തെ അംഗീകരിക്കുമ്പോഴാണ് എന്നിലെ ഞാനല്ലാത്ത ഭാഗമായ അല്ലെങ്കിൽ എൻ്റെ പരിപൂർണതയായി ക്രിസ്തുവിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുക. നമ്മുടെ വ്യക്തിബന്ധങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ വ്യക്തിബന്ധങ്ങൾ അവരത്വ നിഷേധത്തിൻ്റെതായിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ മനുഷ്യനും ഉറവയെടുക്കുന്ന കുടുംബ പശ്ചാത്തലം, ഏത് തരത്തിലാണ് ബന്ധങ്ങളിൽ പുരോഗമിക്കുന്നത്, ഏത് തരത്തിലാണ് ആ കുടുംബ പശ്ചാത്തലം രൂപപ്പെടുന്നത്, അതനുസരിച്ച് ആ കുടുംബത്തിൽ നിന്ന് വരുന്ന ഓരോ വ്യക്തിക്കും ഈ പറഞ്ഞ വൈകല്യങ്ങളുണ്ടാകും, പൂർണ്ണതയുണ്ടാകും. അവരത്തെ മാനിക്കുക എന്നുള്ളത് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റിയ കാര്യമല്ല. ഇത് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് എഴുതി വെക്കാൻ പറ്റും, വിശുദ്ധ ഗ്രന്ഥത്തിൽ അതുണ്ട്. പക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിലും കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ചിലും വത്തിക്കാൻ കൗൺസിൽ രേഖകളിലും പഠിപ്പിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഇത് അനുഭവം കൊണ്ടുണ്ടാകണം. ഏറ്റവും എളുപ്പത്തിലൊരു കാര്യം പറയാം, എങ്ങനെ സ്നേഹം അഭ്യസിപ്പിക്കാൻ പറ്റും? സ്നേഹം എങ്ങനെ അഭ്യസിപ്പിക്കും? അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും, സ്നേഹം യഥാർത്ഥത്തിൽ ഉള്ളതല്ലേ, അത് പരിശീലിക്കപ്പെടേണ്ടതാണോ? 1 യോഹന്നാൻ 4:8. അങ്ങനെ ദൈവം സ്നേഹമായിരിക്കെ ആ സ്നേഹം എങ്ങനെയാണ് പരിശീലിക്കുക? കൊളോസ്യർ ലേഖനത്തിൽ 3:14 പറയും, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം. അങ്ങനെ ഒരു സ്നേഹം പരിശീലിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഈ സ്നേഹം പരിശീലിപ്പിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് നാർസിസ്റ്റുകളും എക്കോയിസ്റ്റുകളായിട്ട് ആളുകൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഇന്ന് വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്.
നമ്മുടെ സമൂഹത്തിലെ 90% ആളുകൾ ഒന്നുകിൽ നാസിസ്റ്റായിട്ടോ അല്ലെങ്കിൽ നാസിസ്റ്റ് മനോഭാവത്തിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നവരായിട്ടോ മാറിക്കൊണ്ടിരിക്കും. ഒരു ഭാഗത്ത് എക്കോയിസ്റ്റുകളായി മാറി അവനവനെ തന്നെ നിഷേധിച്ച് ജീവിതത്തിൽ ഒന്നും തുറന്നു പറയാനാകാതെ, ഒരു അഭിപ്രായവും പറയാനാകാതെ, ഒരിഷ്ടവും പറയാൻ പറ്റാത്ത രീതിയിൽ തരംതാഴ്ന്നവരായി മാറുന്നു. സ്വന്തം വ്യക്തിത്വം അധോഗമിക്കുന്ന അനുഭവം ഉണ്ടാവും. ഇത് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? നമുക്ക് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തെ പരിശോധിക്കുമ്പോൾ കാണാം, സമൂഹത്തിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ. അത് അന്വേഷിച്ച് നമ്മൾ അധികം സ്ഥലത്തൊന്നും പോകണം, നമ്മുടെ ഇടവകപ്പള്ളിയിൽ പോയാൽ മതി. എപ്പോഴും മാനിക്കപ്പെടുന്നവരാരാണ്? മാനിക്കപ്പെടുന്നവർ പണമുള്ളവരും പ്രതാപമുള്ളവരും കുലീനത്വമുള്ളവരും തറവാട്ടുകാരും പ്രമാണിമാരും ഒക്കെ ആയവർ. എല്ലാ പ്രമാണിത്വവും എല്ലാ ഉച്ചനീചത്വവും എല്ലാം ശൂന്യവൽക്കരിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ് സഭ. പക്ഷെ സഭയ്ക്കകത്ത് എങ്ങനെയാണ്? അധികാരത്തിന്റെയും പ്രമാണിത്വത്തിന്റെയും സമ്പത്തിന്റെയും കുലീനത്വത്തിന്റെയും ജാതി തട്ടിതിരിവുകളുടെയൊക്കെ ലക്ഷണങ്ങൾ നമുക്ക് കാണാം. ഇത് സാമൂഹ്യമായി നമ്മൾ പുറത്തൊന്നും അന്വേഷിക്കേണ്ട, ലോകത്തേക്കൊന്നും തിരിയേണ്ട. ലോകത്താകെതുണ്ട്. ലോകം എപ്പോഴും ഈ ഉച്ചനീചത്വത്തിലാണ്. നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അവിടെയും ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. വളരെ ശക്തമായ നിലയിലൊന്നല്ലെങ്കിലും പരസ്പരം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പങ്കാളിമാർ തമ്മിൽ ഈ പറഞ്ഞ ഒരു അടിച്ചമർത്തലിന്റെ തട്ടുതിരിവിന്റെ അനുഭവം നമുക്ക് കാണാം. പങ്കാളിമാരെ ഒന്ന് പരിശോധിച്ചാൽ മതി. മിക്കവാറും സ്ത്രീകൾ വിവരമില്ലാത്തവരായി ഒന്നും അറിയാത്തവരായും പുരുഷൻ പരിഗണിക്കുന്നു. നീ പെണ്ണല്ലേ എന്നൊരു ഭാവം ഈ ബന്ധങ്ങൾക്കകത്തുണ്ട്. വളരെ സ്നേഹത്തിലാണ്, ദാമ്പത്യ സ്നേഹത്തിന്റെ പവിത്രതയും ദൃഢതയൊക്കെ ഉള്ള കുടുംബമാണ്. പക്ഷെ ഒരു കാര്യം പറയുന്ന സമയത്ത് പെണ്ണിന് വിവരമില്ല എന്ന് പറയും. എല്ലാ വിവരത്തിന്റെയും അറിവിന്റെയും നികേതനമായിട്ടും സർവത്തിന്റെയും അധികാരിയായിട്ടും കുടുംബത്തിൽ പ്രതാപശാലിയായ ഒരു വീട്ടുതമ്പ്രാനായിട്ടാണ് കുടുംബനാഥന്മാർ. സ്ത്രീയുടെ ശിരസാണ് പുരുഷൻ, കുടുംബത്തിന്റെ നാഥനാണ് പുരുഷൻ എന്നൊക്കെ സാമാന്യഗതിയിൽ പറയുന്ന കാര്യങ്ങൾ എടുത്തുയർത്തിയിട്ടാണ് ഇയാൾ ഈ പ്രതാപത്തിന്റെ പുറംപൂച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. അകമേ എനിക്ക് കീഴെയാണ് സർവവും എന്ന് പറയുന്ന ഒരു സർവാധികാരത്തിന്റെ പ്രയോഗമാണ് കുടുംബത്തിൽ. അവിടെ എത്രത്തോളം നല്ല സ്നേഹം എന്ന് പറയുമ്പോഴും ഈ അടിമ ഉടമ ബന്ധം, അറിവുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ബന്ധം, അത്തരത്തിലുള്ള നീചമായ ബന്ധങ്ങളാണ് പുലർത്തിപ്പോരുന്നത്. വാസ്തവത്തിൽ തുല്യത എന്ന് പറയുന്ന ഒരു കാര്യം അംഗീകരിക്കപ്പെടുന്നില്ല. അങ്ങനെ തുല്യത അംഗീകരിക്കപ്പെടാൻ ഇടയാകാത്ത വിധമുള്ള വ്യക്തി വളർച്ചയാണ് കുഞ്ഞുനാളിൽ തൊട്ട് പരിശീലിപ്പിക്കപ്പെടുന്ന. ആൺകുട്ടിക്ക് പ്രിവിലേജുകൾ, അവന് മരത്തെ കയറാം, പെൺകുട്ടി മരത്തെ കയറിയാൽ മരം കയറി പെണ്ണായി മാറും. ആൺകുട്ടിക്ക് ഉറക്കെ ചിരിക്കാൻ പെൺകുട്ടിയോട് പറയും, പതുക്കെ ചിരിക്ക്, നീ പെണ്ണാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിൽ വളരുന്ന ഒരു കുഞ്ഞിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ വല്ല വീട്ടിലും പോകേണ്ടവളാണെന്നാണ്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. 2 മക്കൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ജനിച്ച നാൾ മുതലേ ഈ പെൺകുട്ടി കേട്ടു വളരുന്നത് ഇങ്ങനെയാണ്, നീ പെണ്ണാണ്, നീ അടങ്ങി ഒതുങ്ങിയിരിക്കണം, നീ മറ്റൊരു വീട്ടിൽ പോകേണ്ടവളാണ്, നീ വസ്ത്രം ധരിക്കുമ്പോൾ സൂക്ഷിക്കണം, നീ എല്ലാവരെയും ഭയക്കണം, ആണുങ്ങളൊക്കെ പ്രശ്നക്കാരാണ്, നീ ഭയക്കണം, പൊതുവേദിയിൽ നീ സംസാരിക്കരുത്, വളർത്തുദോഷം പറയിക്കരുത്, കഞ്ഞിയും കറിയും വെക്കാൻ പഠിക്കണം. ഇങ്ങനെ പറഞ്ഞാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ ഒരു എക്കോയിസ്റ്റായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. ഒരാഗ്രഹം തുറന്നു പറയാൻ കഴിയാതെ, സ്വന്തം അഭിപ്രായം പറയാൻ കഴിയാതെ, എല്ലാം ഉള്ളിൽ ഒതുക്കി അവരന് വേണ്ടിയാണ് ജീവിതമെന്ന ബോധ്യത്തിൽ തളച്ചിടപ്പെട്ട് വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തോടെ ഞാൻ എനിക്ക് വേണ്ടിയല്ല അവരന് വേണ്ടിയാണെന്ന് ക്രിസ്തുവിൽ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നതും ഇങ്ങനെ അടിമബോധത്തിൽ വളർത്തുന്നതും രണ്ടും രണ്ടാണ്. നിങ്ങളൊരു ഇഷ്ടം വേണ്ടെന്ന് വെക്കുന്നു, ഒരു ആഡംബരം വേണ്ടെന്ന് വെക്കുന്നു. അത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്താൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാകുമ്പോൾ നിങ്ങൾക്കതിൽ നിങ്ങളെ തന്നെ അനുഭവിക്കാൻ കഴിയും. അഥവാ നിങ്ങളുടെ പേരത് അടിച്ചേൽപ്പിക്കുകയാണെങ്കിലോ, നീ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് നീ ഇങ്ങനെയേ ചെയ്യാവൂ എന്ന് വന്നാലോ, അത് ഒരു അടിച്ചമർത്തലായിട്ട് മാറും. ഈ അടിച്ചമർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അധമബോധമാണ്. എക്കോയിസ്റ്റായിട്ട് മാറുമ്പോൾ അയാൾ സാമാന്യമായി മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വ്യാപരിക്കുന്ന ആളായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളായിട്ടും ഒക്കെ അനുഭവപ്പെടാം. പക്ഷെ വ്യക്തിതലത്തിൽ അയാളിൽ തന്നെ നഷ്ടപ്പെട്ടു പോകും. അയാൾക്ക് ദൈവാനുഭവം നഷ്ടമാകും, സ്നേഹാനുഭവം നഷ്ടമാകും. സ്നേഹിക്കപ്പെടുന്നു എന്നത് അയാൾക്ക് അനുഭവിക്കാൻ കഴിയാതെ പോകും. താൻ ഉപയോഗിക്കപ്പെടുന്നതായും എല്ലായിടത്തും അവഗണിക്കപ്പെടുന്നതായും അയാൾ അനുഭവിക്കും. അയാൾ പുറമേ മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന ബോധ്യത്തിൽ അയാൾ ജീവിക്കും. ഇങ്ങനെ ജീവിക്കുന്ന അയാൾ ഒരു സ്വയം സമർപ്പണത്തിലേക്ക് ഒരിക്കലും ഉയരില്ല. അയാൾക്ക് അയാളെ തന്നെ മറ്റൊരാൾക്ക് കൊടുക്കാൻ ശേഷി ഉണ്ടാകും വിധം വ്യക്തി അനുഭവം ഉണ്ടാകണം, വ്യക്തി താല്പര്യം ഉണ്ടാവണം, ഞാനെന്ന ബോധം ഉണ്ടാവണം, എനിക്കുള്ള അവകാശങ്ങൾ ഉണ്ടാകണം, ഞാൻ അംഗീകരിക്കപ്പെടുന്ന ആളാവണം.
എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലെന്നിരിക്കട്ടെ. 10 പൈസ ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്കൊരു 100 രൂപ തരിക? അത് ഞാൻ 100 രൂപ ഉണ്ടാക്കണം. അങ്ങനെ വ്യക്തിബോധത്തിൽ ഉറയ്ക്കുമ്പോൾ മാത്രമേ എനിക്ക് എന്നെ തന്നെ മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയൂ, സമർപ്പണാനുഭവം ഉണ്ടാകൂ. അങ്ങനെ വ്യക്തിബോധം നഷ്ടപ്പെടുന്ന രീതിയിൽ പെൺകുട്ടികൾ കുടുംബത്തിനകത്ത് അടിച്ചമർത്തപ്പെടുന്നുണ്ട്. നീ ഈ വീട്ടിലേക്കുള്ളതല്ല. ഒരപ്പനും അമ്മയ്ക്കും ജനിച്ച 2 മക്കൾ ഒരാളോട് നിഷ്കരുണം സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായി ഈ അപ്പനും അമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിരന്തരം അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ ഇവിടത്തുകാരിയല്ല, നീ വളർത്തപ്പെടുന്നത് മറ്റൊരു വീട്ടിൽ പോകാനാണ്. സ്വന്തം അപ്പനും അമ്മയും ഉപേക്ഷിക്കേണ്ടി വരുന്നു. അവിടെ ചെല്ലുന്ന ഈ പുരുഷന്റെ അപ്പനും അമ്മയും അപ്പനായിട്ട് കണ്ടോളണം. ഒരിക്കലും ഈ പുരുഷൻ സ്ത്രീയുടെ അപ്പനെയും അമ്മയും അങ്ങനെ പരിഗണിക്കേണ്ടതില്ല. അയാൾ വില വയ്ക്കുന്നില്ല, അയാൾ മാനിക്കണമെന്നില്ല. പക്ഷെ നീ അവിടെ ചെന്നാൽ നിന്റെ അപ്പനെയും അമ്മയും ആയിട്ട് കാണേണ്ടത് ഭർത്താവിന്റെ അപ്പനെയും അമ്മയാണ്. അവരെ പരിചരിച്ചു കൊള്ളണം, അവരുടെ വാക്കിന് വില വയ്ക്കണം, അവരനുസരിച്ച് ജീവിച്ചോളണം. അവിടെ അടങ്ങി ഒതുങ്ങി നീ ജീവിക്കണം. ഇങ്ങനെ ഒരു അടിച്ചമർത്തൽ മനോഭാവം കുഞ്ഞുനാളിലെ തൊട്ടേ ഈ പെൺകുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. അവൾക്ക് സ്വന്തമായി വസ്ത്രം ധരിക്കാൻ എന്ത് ധരിക്കണം ഞാനെന്ന് സ്വയാവബോധത്തോടെ സ്വീകരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. അവളുടെ മുമ്പിൽ 100 നിയമങ്ങൾ കൊണ്ടും ചട്ടങ്ങൾ കൊണ്ടും രൂപകൽപ്പന ചെയ്തൊരു ലോകമുണ്ട്. അതവൾ ചെയ്തു കൊള്ളണം. പാത്രം കഴുകിക്കൊള്ളണം. ആണാണ് മഹാൻ, നീ വെറും പെണ്ണാണ്. ഇത് ബാല്യകാലം മുതൽ എത്രത്തോളം വിദ്യാഭ്യാസം കൊടുത്താലും എത്രത്തോളം ഉന്നതിയിൽ വളർത്തിയാലും അറിയാതെ തന്നെ ഇത് കുത്തുവെച്ചുകൊണ്ടിരിക്കുക. അതേസമയം തന്നെ ഒരു നാസിസ്റ്റ് പ്രകൃതം രൂപപ്പെടുന്ന രീതിയിൽ ആൺകോയ്മയുടെ ആളായിട്ടാണ് ആൺകുട്ടിയെ വളർത്തുക. അവന്റെ അഭിലാഷങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അവന് ചെറുപ്പകാലം മുതലേ സ്വന്തം ഇഷ്ടത്തിൽ തഴങ്ങാനുള്ള, പരിചരിക്കപ്പെടാനുള്ള അവകാശാധികാരങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കുട്ടി ഞാനെന്ന ബോധത്തിൽ കൂടുതൽ വളരുന്നു. അങ്ങനെ വളരുന്നത് കൊണ്ട് പെൺകുട്ടി എന്ന് വെച്ചാൽ, സ്ത്രീ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി പരിചരണം ചെയ്യുന്ന ഒരാളാണെന്ന് അയാൾ ധരിച്ചു വയ്ക്കുന്നു. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് സ്നേഹം പരിശീലിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. സ്നേഹം പരിശീലിക്കപ്പെടുന്ന മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ്. മക്കൾ സ്നേഹം പരിശീലിക്കുന്ന അവിടെ നിന്നാണ്, അവരുടെ മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ്. കണ്ടു പരിശീലിക്കാനേ പറ്റും. സ്നേഹം പരിശീലിക്കാൻ വേറെ കളരിയില്ല. രണ്ടുപേർ തമ്മിലുള്ള സ്നേഹവും അതിന്റെ ദൃഢതയൊക്കെ മനസ്സിലാകുന്ന മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ്. കുഞ്ഞുനാളെ മുതലേ ഈ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അപ്പനെ പരിചരിക്കുന്ന, അപ്പന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന, അപ്പൻ വഴക്ക് പറയുമ്പോൾ കരയുന്ന, വിവരമില്ലാത്തവളായി മുദ്ര കുത്തപ്പെടുന്ന, തരം താഴ്ത്തപ്പെടുന്ന ഒരു അമ്മയെയാണ് നിരന്തരമായിട്ടും ഈ കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആൺകുട്ടിയുടെ മനസ്സിൽ അപ്പനാണ് ശരി, അപ്പനാണ് അധികാരം, അപ്പനാണ് യഥാർത്ഥ വ്യക്തി, അമ്മ ഒരു നിഴൽ മാത്രമാണ്. അങ്ങനെ അമ്മ പരിചരിക്കുന്നവളും അപ്പൻ പരിചരിക്കപ്പെടേണ്ട ആളുമാണ്. അപ്പനാണ് അഭിപ്രായങ്ങളെല്ലാം പറയാൻ അധികാരമുള്ളത്. കാരണം അപ്പൻ പറയുന്നത് ശരിയാകൂ, അമ്മയ്ക്ക് വിവരമില്ല. ഇത് ബന്ധത്തിനകത്ത് എത്രത്തോളം സ്നേഹബന്ധമുണ്ടെന്ന് പറയുന്ന കുടുംബങ്ങൾക്കകത്തും കാണുന്ന കാര്യമാണ്. ഭാര്യ ഒരു അഭിപ്രായം പറയുമ്പോൾ ഞാൻ നോക്കാം, ഞാൻ പറയാം, ഇവിടെ പറയാൻ ഞാനുണ്ട്, ഞാനാണ് കുടുംബനാഥൻ എന്ന് പറയുന്ന അപ്പനെയാണ് കുട്ടി കാണുന്നത്. അതുകൊണ്ട് കുട്ടി വളരുമ്പോൾ കുട്ടി തൽ സ്വഭാവത്തിൽ തന്നെ വളരും. ആണായാൽ ഇങ്ങനെയായിരിക്കണം എന്നൊരു കുട്ടി പഠിക്കുന്നത് സ്വന്തം അപ്പനെ കണ്ടുകൊണ്ടാണ്. ഒരു പെണ്ണ് എങ്ങനെയായിരിക്കണമെന്ന ഒരു മനോഭാവം അവൻ പുലർത്തുന്ന അമ്മയെ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് വളരെ പുരോഗമനവാദികളായി കരുതപ്പെടുന്ന നമ്മുടെ യുവാക്കന്മാർ വരെ തങ്ങളുടെ കുടുംബത്തിനകത്ത് എങ്ങനെയാണ് ഭാര്യ ആയിരിക്കേണ്ടതിനെ കുറിച്ചൊരു സങ്കല്പം കരുതി വെച്ചിട്ടുണ്ട്. ആ സങ്കല്പത്തിനകത്ത് തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, സമയാസമയങ്ങളിൽ തന്നെ പരിചരിക്കുന്ന, തൻ്റെ അടിവസ്ത്രം അലക്കുന്ന, തൻ്റെ വസ്ത്രങ്ങൾ തേച്ചു തരുന്ന, തന്നെ പരിചരിക്കുന്ന, തനിക്ക് കിടക്ക വിരിക്കുന്ന, തൻ്റെ കൂടെ കിടക്കുന്ന, തനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു കളിപ്പാട്ടം മാത്രമായി ഈ സ്ത്രീ അയാൾ കാണുന്നു. അയാൾ എത്ര വലിയ ആളായി പോകുമ്പോഴും ഇത്ര ചെറിയ ആളായിട്ട് പരിമിതപ്പെടുന്നുണ്ട്. അയാൾക്കൊരിക്കലും ഉയരാൻ കഴിയുന്നില്ല. ഇപ്പൊ നാസിസ്റ്റ് പ്രകൃതം രൂപപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ആ പ്രകൃതം എത്രത്തോളം നമ്മിലുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം, വ്യക്തിപരമായി പരിശോധിക്കണം. ആദ്യം വേണ്ട അതാ. നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ പരിശീലിപ്പിക്കാനാണ് നാം ശ്രമിക്കുന്നതെങ്കിൽ പരിശീലിപ്പിക്കുക എന്നത് അനുഭവപ്പെടുത്താൻ മാത്രമേ കഴിയൂ. പരിശീലനം നിർബന്ധിതമായി ഒരു ടേം വെച്ചിട്ട് ശിക്ഷണത്തിലൂടെ പഠിപ്പിക്കാവുന്ന കാര്യമല്ല. പരിശീലിപ്പിക്കപ്പെടുക എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യമല്ല. നമുക്ക് മാതൃക കാട്ടാനേ പറ്റൂ, ജീവിച്ച് കാണിക്കാനേ പറ്റൂ. നമ്മുടെ ബന്ധങ്ങളെ നാം ഒന്ന് അഴിച്ചു പണിയാൻ തയ്യാറാകണം, നമ്മുടെ മനോഭാവങ്ങളെയും. അങ്ങനെ നമ്മുടെ മനോഭാവങ്ങളെ അഴിച്ചു പണിയുമ്പോൾ മാത്രമേ
വചനകേന്ദ്രീകൃതമായ ജീവിതം ഉണ്ടാകൂ. വചനം നമ്മോട് പറയുന്നത് സ്ത്രീയും പുരുഷനും തുല്യരാണെന്നാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ ഇക്കാരണത്താൽ പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയുമായിട്ട് ചേർന്നിരിക്കും, അങ്ങനെ ഇവർ ഒരു ശരീരമായിരിക്കും. 19:6 പറയും പിന്നെയുള്ളവർ രണ്ടെല്ലാം ഒരു ശരീരമായിരിക്കും. അങ്ങനെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഒരു യൂണിറ്റായിട്ട് ഈ സ്ത്രീയും പുരുഷനും മാറുന്നതാണ് കുടുംബജീവിതം. പക്ഷെ നമ്മുടെ ചുറ്റുപാടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? പെൺകുട്ടി വിവാഹം ചെയ്യുന്നു, ഒരു കുടുംബത്തിലേക്ക് അയക്കുന്നു, ആ കുടുംബത്തിൽ ചെല്ലുന്നു, ആ കുടുംബത്തിന് ചുറ്റുപാടിനിണങ്ങി ജീവിക്കാൻ അവൾ വിധിക്കപ്പെടുന്നു. അവൾക്ക് കുടുംബജീവിതം എന്ന് പറയുന്നുണ്ടാകുന്നില്ല. അതല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീയും പുരുഷനും ഒന്നു ചേരുന്നു, അവർ മാത്രമാണ് ഒരു യൂണിറ്റ് എന്ന ജീവിതം ഉണ്ടാകുന്നില്ല. അവിടെ ഈ പറഞ്ഞ മറ്റൊരു കുടുംബത്തിന്റെ എല്ലാ സ്വഭാവ വിശേഷതകളെയും ഈ പെൺകുട്ടി നിശ്ചയമായിട്ടും ഉൾക്കൊണ്ടേ മതിയാവൂ. സ്ത്രീ ഇങ്ങനെ മാതാവിനെയും പിതാവിനെയും വിട്ട് പുരുഷനോട് ചേരണം, പക്ഷെ പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് സ്ത്രീയോട് ചേരുന്നില്ല. അയാൾക്കാരുടെ കുടുംബം പ്രധാനമാണ്. പറയുന്നത് വളരെ പുരോഗമനപരമായിട്ട് ജീവിക്കുന്നു എന്നാണ്. സാങ്കേതികതകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ആനുകാലിക ലോകത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒട്ടുമേ ആധുനികമല്ലാത്ത രീതിയിൽ, ഒട്ടുമേ വചനബന്ധി അല്ലാത്ത രീതിയിൽ. ഇനി അയാൾ തന്നെ എങ്ങനെയാണ് പെരുമാറുന്നത്? അയാൾ തന്നെ പെരുമാറുന്നത് ഒരു രണ്ടാംകിട പൗരയായിട്ടാണ്. എന്നെ സ്നേഹിക്കണം, എന്നെ പരിചരിക്കണം, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം, എൻ്റെ വസ്ത്രം അലക്കണം, എനിക്ക് വേണ്ടി ജീവിക്കണം. ഞാനോ? ഞാൻ പണമുണ്ടാക്കും, ഞാൻ നിന്നെ പോറ്റും. ഞാൻ നിന്നെ പോറ്റുന്നില്ലേ? നിന്റെ എന്താ ആവശ്യത്തിനാണ് കുറവുള്ളത്? ആ ആൾക്ക് ആളായിരിക്കാനുള്ള അവകാശം കൊടുക്കുന്നില്ല, അത്രേ ഉള്ളൂ. വീട്ടിൽ വളർത്തുന്ന പട്ടിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കും, സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കും, അസുഖം വന്നാൽ ചികിത്സിപ്പിക്കും. പക്ഷെ അതൊരിക്കലും നമ്മുടെ ഭക്ഷണമേശയിൽ നമ്മോടൊപ്പം ഇരിക്കുന്ന ആളല്ല, നമ്മുടെ ജീവിതത്തിൽ പങ്കാളിത്തമുള്ള ഒരാളല്ല. അയാൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ശേഷിയില്ല. അയാളെ നമ്മൾ ഒരു കൂട്ടിനകത്ത് ഒതുക്കും. അതേപോലെ അവരത്തെ ഇങ്ങനെ നിഷേധിക്കുന്ന ഭാവം കുടുംബ പശ്ചാത്തലത്തിലുണ്ടാവുന്നു. ഇത് കണ്ടു വളരുന്ന കുട്ടികൾ നാർസിസ്റ്റ് മെന്റാലിറ്റി ഉള്ളവരാകും. അവരത്വ നിഷേധത്തിന്റെയും അവനവൻ മാഹാത്മ്യത്തിന്റെയും തന്നെ മറ്റുള്ളവർ പരിചരിക്കുകയും പരിഗണിക്കുകയും ചെയ്യണമെന്ന ബോധത്തിന്റെയും അടിമയായി ജീവിക്കും. അയാൾ ഈ നിർബന്ധം ചെലുത്താൻ തുടങ്ങുമ്പോൾ അവരത്വം നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് അവരനകന്നു പോകും, ബന്ധവിച്ഛേദങ്ങൾ ഉണ്ടാവും. പ്രീമാരിറ്റൽ കോഴ്സ് നടത്തിയെത്തിയിരുന്ന കാര്യമുണ്ട്. ദാമ്പത്യത്തിൽ ഭാര്യ അടിമയല്ലെന്നും അവൾ തനിക്ക് തുല്യമായ പങ്കാളിയാണെന്നും അവൾക്ക് അവളുടെ വ്യക്തിത്വമുണ്ടെന്നും താനായിരിക്കുന്നത് അവൾ ഉണ്ടാകുന്നത് കൊണ്ടാണെന്നും അങ്ങനെ തന്നെ നിലനിർത്തുന്നത് അവളാണെന്ന ബോധത്തിൽ അവളെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പരിഗണിക്കാനും സ്നേഹിക്കാനും സ്വയം അവൾക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ അർപ്പിക്കാനും പുരുഷൻ മനസ്സ് കാണിക്കുമ്പോഴാണ് പുരുഷനാകുന്നത്. ആണാകുന്നത് അടിച്ചമർത്തുന്നത് കൊണ്ടാണ് എന്ന കാലങ്ങളായി നിലനിൽക്കുന്ന വ്യവസ്ഥാബോധത്തെ നാം നീക്കിക്കളയണം. അടിസ്ഥാന ബോധത്തിൽ ഇത് കിടക്കുന്നത് കൊണ്ട് ഇതൊക്കെ തൻ്റെ അവകാശമായിട്ട് ധരിക്കുന്നു. സ്ത്രീ ആകട്ടെ തൻ്റെ വിധിയായിട്ടും ധരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ നിശ്ചയമായിട്ടും സാമൂഹ്യ വിരുദ്ധരായി മാറും. എല്ലാത്തരം വിവേചനത്തിന്റെയും ഉറവിടങ്ങളായിട്ട് മാറും. അവരത്ത് നിഷേധത്തിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറും. അതുകൊണ്ടാണ് ആരെയും പരിഗണിക്കുന്നില്ല, ആരോടും ബന്ധമില്ല, ആരോടും വിധേയത്വമില്ല, ആരെയും അംഗീകരിക്കുന്നില്ല, ഞാൻ മാത്രം എന്ന നിലയിൽ മനുഷ്യൻ ഏകഛത്രാധിപതിയായി അവരത്വ നിഷേധത്തിന്റെ ഉഗ്രരൂപിയായിട്ട് താണ്ഡവമാടുന്നത്. സാമൂഹ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ സാമൂഹ്യ തലത്തിലുള്ള എല്ലാ വിഭജന യുക്തികളും ഏറ്റെടുക്കുന്ന ആളായിട്ട് മാറും. ആധുനിക സമൂഹം എന്ന് അഭിമാനിക്കുന്നു, വിശ്വാസി എന്ന് അഭിമാനിക്കുന്നു. അങ്ങനെ വിശ്വാസിയാണ് എന്ന് അഭിമാനിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച സമസൃഷ്ടിയാണ് അവരൻ എന്ന് കാണാൻ പറ്റണം. എന്നെ എത്രത്തോളം ദൈവം സ്നേഹിക്കുന്നുവോ അത്രത്തോളം അവരന് വേണ്ടി കൂടി അവിടെ നിന്ന് സ്നേഹം ചൊരിഞ്ഞിട്ടുണ്ടെന്നും എനിക്ക് വേണ്ടി മാത്രമല്ല അവരിന് വേണ്ടി കൂടിയാണ് കുരിശിൽ മരിച്ചതെന്നും അവരന്റെ മാഹാത്മ്യം ഞാൻ അംഗീകരിക്കുമ്പോഴാണ് എന്റെ മാഹാത്മ്യത്തെ ഞാൻ തിരിച്ചറിയും വിധം വിശ്വാസത്തിൽ രൂപമാറ്റം ഉണ്ടാവണം. നമ്മൾ ചോദിച്ച ചോദ്യത്തിന്റെ പ്രധാനപ്പെട്ട വശങ്ങളിലേക്കൊന്നും പോകാൻ നമുക്ക് പറ്റിയില്ല, ഉത്തരങ്ങളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. ഏറ്റവും ലളിതമായി പറയാവുന്ന ഒരു കാര്യം അവരത്വ നിഷേധം അവനവൻ നിഷേധം തന്നെയാണ്. അവരത്വ നിഷേധം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കണം. അവരത്വ നിഷേധത്തിന്റെ ലാഞ്ചനകൾ, എന്നെ ഞാൻ സ്നേഹിക്കുന്നതിന്റെ ആധിക്യം
എന്നെ അംഗീകരിക്കുകയും എന്നെ ബഹുമാനിക്കുകയും എന്നെ പരിചരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം മറ്റുള്ളവർ എന്ന എൻ്റെ മനോതലത്തിലുള്ള ബോധം, അതെൻ്റെ അവകാശ അധികാരമാണ് എന്ന എൻ്റെ ഭാവം, നീ ഇപ്രകാരം എനിക്ക് വേണ്ടി ആയിത്തീരണമെന്ന് എൻ്റെ ശാഠ്യം, അത് അപരത്വ നിഷേധമാണെന്ന് തിരിച്ചറിയണം. അതൊരു ബന്ധത്തെയും വളർത്തില്ല. സ്ത്രീകൾക്ക് ജോലി ഇല്ലാതിരുന്ന കാലത്ത് സ്ത്രീകളെ വീട്ടമ്മയാക്കി, വീട്ടച്ഛൻ ഒരിക്കലും ഉണ്ടാവാറില്ല, വീട്ടമ്മയാക്കി. അങ്ങനെ വീട്ടമ്മയായിട്ട് സ്ത്രീകൾ ജീവിച്ചു. ഭർത്താവ് പറയുന്നത് കേട്ട് അനുസരിച്ച് ഭർത്താവ് പുറത്ത് കൊണ്ടുപോയാൽ പോകാം എന്ന നിലയിൽ ഭർത്താവിന്റെ നിഴലായി കൂടെ കൂടുന്ന സ്ത്രീകളുണ്ടായി. ആ സ്ത്രീകൾ തങ്ങളുടെ മക്കളെയും നിങ്ങൾ എങ്ങനെ അടിമകളായി ജീവിക്കണമെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് എക്കോയിസ്റ്റുകളുണ്ടായി. അവർ സ്വയം നിഷേധമാണെന്ന് കരുതി ജീവിക്കുന്നു. പക്ഷെ അത് വിധിയായതുകൊണ്ടാണ് സ്വയാർപ്പണം ഉണ്ടായില്ല. അതുകൊണ്ട് സ്ത്രീ കഷ്ടപ്പെടുന്നുണ്ട്, വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ട്, എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് അവൾക്ക് ലഭിക്കേണ്ട ആത്മീയമായ ഔന്നത്യം അവൾക്കുണ്ടായില്ല. കാരണം അവൾ സ്വയം സമർപ്പിക്കുകയല്ല, വിധിക്ക് കീഴടങ്ങുകയാണ്. പുരുഷനാകട്ടെ ഇതെല്ലാം എൻ്റെ അവകാശാധികാരങ്ങളാണ് തെറ്റിദ്ധരിച്ച് ഞാനാണ് രാജാവെന്ന് കരുതി ജീവിക്കുന്നു, അപരത്വ നിഷേധം കൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് തന്നെ അവനവനെ അനുഭവിക്കാൻ കഴിയാതെയും അവരനെ സ്നേഹിക്കാത്തത് മൂലം ദൗത്യം നിർവഹിക്കാതെയും വീണു പോകുന്നു. ഇങ്ങനെ ബന്ധങ്ങൾ ശിഥിലമാകുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് സ്ത്രീകൾക്ക് ജോലി പുറത്തുണ്ടായിരുന്നില്ല. ഇന്ന് അവൾ അധ്വാനിക്കുന്നു, പണം ഉണ്ടാക്കുന്നു. അധ്വാനിച്ച് പണം ഉണ്ടാക്കുമ്പോഴും അധ്വാനിച്ച് പുരുഷനോടൊപ്പം പണം ഉണ്ടാക്കുമ്പോഴും അവൾ ഭർത്താവിൻ്റെയും മക്കളുടെയും ദാസിയായിരിക്കണം കുടുംബത്തിലെന്ന ഒരു പഴയ മാമൂൽ, പഴയ അഴൽ ഇപ്പോഴും നീങ്ങാതെ കിടപ്പുണ്ട്. അതുകൊണ്ട് വ്യക്തിയെ മാനിക്കാൻ പഠിക്കണം. അടുക്കള ആണിനോ പെണ്ണിനോ വേണ്ടി പ്രത്യേകം നിർമ്മിക്കപ്പെട്ടൊരു സ്ഥലമല്ല. ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യന്റെ പൊതുവായ ബോധത്തിലുണ്ടാവണം. ആണ് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ താന്നു പോകില്ല. മറ്റൊരാളുടെ പാത്രം കഴുകുമ്പോൾ, ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വയ്ക്കുമ്പോൾ ചെറുതായി പോകില്ല. ഞാൻ ഇതും കൂടി ചെയ്യുമ്പോഴാണ് ഞാനായിത്തീരുക എന്ന് തിരിച്ചറിയണം. ഞാൻ ആണ് എന്ന ആ ചിന്തയിൽ നിന്ന് ഞാൻ മനുഷ്യനാവണമെങ്കിൽ ഞാൻ കുറച്ച് പെണ്ണും കൂടി ആവണം. എന്നിലൊരു സ്ത്രീയുടെ അംശമുണ്ട്, ഒരു അമ്മയുടെ കരുതലും സ്നേഹവും എന്നിലുമുണ്ട്, ഒരു ആർദ്രഭാവം എന്നിലുമുണ്ട് എന്ന് പുരുഷനും തിരിച്ചറിയണം. അങ്ങനെ ആർദ്രഭാവമില്ലാത്ത മർക്കടമുഷ്ടികളായി ജീവിക്കുന്ന ഒരു തലമുറയായിട്ട് മാറാൻ ആധുനിക സമൂഹത്തിലെങ്കിലും നമുക്ക് ഇടയാകരുത്. പഴയ കാലങ്ങളിൽ, അജ്ഞതയുടെ കാലങ്ങളിൽ അപ്രകാരം അധികാര മേധാവിത്വത്തിനനുസരിച്ച് വചനത്തെ വ്യാഖ്യാനിച്ച് സ്ത്രീ പുരുഷൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചോളം കേട്ട് നമ്മൾ ജീവിച്ചു. പക്ഷെ നാം എത്രത്തോളം വളർന്നിട്ടും പാട്രിയാർക്കലായ പുരുഷാധിപത്യപരമായ ഒരു മനോഭാവത്തിൽ നമ്മൾ മാറുന്നില്ലെങ്കിൽ, അവനവൻ കേന്ദ്രീകൃതമായ ഭാവത്തിൽ നമ്മൾ മാറുന്നില്ലെങ്കിൽ, സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ ഒരു വിമോചനാനുഭവം സാധ്യമല്ലാതെ വരും. യേശുക്രിസ്തുവിൽ വിമോചിതരാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം. നമ്മുടെ വിമോചനം അപരത്വത്തിലേക്ക് എത്രത്തോളം നമ്മൾ ഉന്മുഖമാകുന്നു എന്നതിലാണ്, എത്രത്തോളം നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്നതിലാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുന്നു എന്നതിലാണ്. അങ്ങനെ അപരത്തിലാണ് നമുക്ക് അവനവനെ അനുഭവിക്കാൻ പറ്റുക. അപ്പോഴാണ് യഥാർത്ഥ മോക്ഷത്തിലേക്കുള്ള പാതയും നമുക്ക് വെളിവായി കിട്ടുക. അങ്ങനെ ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. യേശുക്രിസ്തു നമുക്ക് കാട്ടിത്തന്ന ജീവിത മാതൃകയും അർപ്പണവും നമ്മുടെ മുമ്പിലുണ്ട്. അവനിലൂടെയാണ് യാത്രയെങ്കിൽ നിശ്ചയമായിട്ടും ആത്മസായുജ്യത്തിന്റെ ഈ അനുഭവതലത്തിലേക്ക് നമുക്ക് വരാൻ കഴിയും. മരണത്തിന് ശേഷമുള്ള ഒരു സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതിന് പകരം അതൊക്കെ യാഥാർത്ഥ്യമാണെന്നിരിക്കെ തന്നെ അതിൻ്റെ പ്രാരംഭം കുറിക്കേണ്ടത് ആനുകാലിക ലോകത്തെ സാധാരണ ജീവിതത്തിനകത്താണ് എന്ന പരമാർത്ഥം കൂടി നമ്മൾ കരുതി വയ്ക്കണം. ആ ഒരു ബോധ്യത്തിൽ വളരാൻ ആത്മാവിൻ്റെ അധിക കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.